ചോദിക്കാം. വി എസിനെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉള്ള മനുഷ്യരാണ്. അങ്ങനെ ഓരോരുത്തരും വി എസിനെ കുറിച്ച് ഓർത്ത് അവരെക്കുറിച്ച് പറയുക. എങ്ങനെയാണ് വി എസിനെ ഇപ്പോൾ ഓർക്കുന്നത്? എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത്? ഞാൻ കേരള വർക്കിംഗ് വിമൻ അസോസിയേഷൻ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പം ആ സംഘടന ഉണ്ടായ കാലം മുതൽ ഞങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും വി എസ് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അത് കെട്ടിടം പണിയാനാണെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അത്തരം കാര്യങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്കൊരു ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിനെ താമസിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഒക്കെ അങ്ങേയറ്റത്തെ സ്ത്രീപക്ഷ ആറ്റിറ്റ്യൂഡ് എടുത്ത് നമ്മുടെ കൂടെ നിന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ സഹായിക്കാമോ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സഹായം കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് തന്നെയാണ് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെല്ലുമ്പോഴേ ഭയങ്കര സ്നേഹമാണ്. ഇതിൻ്റെ സുകന്യയുടെ കാര്യം ചോദിക്കും. അത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരോട് പറയും, ഇതൊരു പാർട്ടി കുടുംബമാണ്. ആരൊക്കെയാണെന്നറിയാമോ ഇവരുടെ വീട്ടിൽ? ജെയിംസ് മാത്യു, UP ജോസഫ്, സുകന്യ, സുസ്മിത എല്ലാം നമ്മുടെ പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരിക്കലും. വൈകാരികമായിട്ടുള്ള അതെ അർജുൻ, അതാണ് ഞാനും പറയുന്നത്. പലർക്കും വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അതാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഒരു സ്ത്രീപക്ഷ നിലപാട് വി എസ് എങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നു, അവരെ ബാധിച്ചിരുന്ന വിഷയങ്ങളിലൊക്കെ വി എസ് എങ്ങനെ ഇടപെട്ടിരുന്നു എന്നാണ് അവർ നേരത്തെ പറഞ്ഞത്. അത് പറഞ്ഞ് വൈകാരികമാവുകയാണ് മനുഷ്യരെന്ന് പറയണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ വി എസ് ഉണ്ട്. അങ്ങനെ കാണാം, വി എസിനെ കണ്ട് ഇറങ്ങി വന്ന് കരയുന്ന ഉൾപ്പെടെ നമുക്ക് കാണാം.